We are very happy that these people from Kerala are here. They have landed in the capital of Brunei Darussalam, Bandar Seri Bhagwan International Airport. വീടുകളാണ് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈവൻ വെദർ ഇറ്റ് ഈസ് സോ വെരി സിമിലർ ടു അവർ പ്ലേസ്. ഓക്കെ, ഞങ്ങളൊരു ട്രാഫിക് സിഗ്നലിൽ കിടക്കുക. നിറച്ച് തെങ്ങ് നോക്കിയോ വീട്ടില്? കേരളം തന്നെയല്ലോ. എല്ലാം നോക്കൂ. ചില ഏരിയ പോയി കഴിഞ്ഞാൽ വയനാട് പോലെ തോന്നും. 10 വയസ്സ് വരെ വളർന്ന സ്ഥലം. സപ്തതി കഴിഞ്ഞ ഞാനായി സഞ്ചരിക്കുന്നത് അല്ലേ? സന്തോഷാന്ന് പറയാൻ പറ്റണില്ലേ. ഞാൻ പഠിച്ച സ്കൂളിലോട്ട് വരുവാണ് കേട്ടോ. അവളും പഠിച്ചു. അവള് പക്ഷെ 1 ക്ലാസ് 2 ക്ലാസ് താഴെയായിരുന്നു. 1.5 വയസ്സല്ലേ. So I wish at least one person connected to be found. Bye. വൈഫൈ ഒക്കെ എടുക്കാം. ഷിപ്പും എല്ലാം വന്ന് കിടക്കുന്നു. നമ്മൾ നിറച്ച് തെങ്ങ് വന്നേ നോക്കിയേ. പക്ഷെ നമ്മുടെ തെങ്ങിനെയൊക്കെ കാണും ഹെൽത്തിയാണ് ഈ തെങ്ങ്. ഇവിടെ തേങ്ങ വേണ്ടെന്നുള്ളതാണ്. പക്ഷെ മേ ബി ദെയർ വിൽ ബി സം എന്റർപ്രൂണേഴ്സ്, കോക്കനട്ട് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊരു അലങ്കാരം പോലെ നിർത്തിയിരിക്കുന്ന പോലെയാണ്. ദേ തേങ്ങയൊക്കെ കിളിച്ചും കിടക്കുന്നു, ഇവിടെയൊക്കെ വീണും കിടക്കുന്നു. അവർക്കങ്ങനെ അങ്ങ് വേണ്ട. അതാണ് ഞങ്ങൾ താമസിക്കുന്നത്, സീ വ്യൂ ഹോട്ടൽ. അതിൻ്റെ പുറകിൽ തന്നെയാണത്. ഞങ്ങളൊരു ഫ്രൂട്ട് വെജിറ്റബിൾ മാർക്കറ്റിൽ പോയപ്പം അവിടെ ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടുമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിളഞ്ഞ തേങ്ങ പൊതിച്ചും വെച്ചിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഇത് മുളയ്ക്കും കേട്ടോ, തൈകളും എല്ലാം. കുഞ്ഞുനാളിൽ നമ്മൾ കളിച്ച് കുളിച്ച് വളർന്നെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്തിയിരിക്കുവാണ്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ നമ്മൾ അന്നും തടിയൊക്കെ ഉണ്ടായിരുന്നു, ചവിട്ടി കയറുമായിരുന്നു. ഇത് ഇതിലേ പോവേണ്ട നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടൽ, സീ വ്യൂ അപ്പാർട്ട്മെൻറ്റ്. ഉള്ളതേ കയറിപ്പോയി, കരയിലെത്തി. He is happy. He is so happy. ഒരു വലിയ നാളികേരം, നല്ല വെയിറ്റ് ആട്ടോ, എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ എന്തോ രാജ്പിള്ള എന്തോ എനിക്കൊരു ക്യുസ് തരുവാണ്. സ്ലേറ്റില്ലേ, സ്ലേറ്റിന്റെ തടി പോളിഷ് ചെയ്യുന്ന ഇത് വെച്ചാണ്. കല്ലൊക്കെ പിടിച്ചൊക്കെ അഴുക്കാവൂല്ലേ, ഇത് കൊണ്ടുപോയി ഒരയ്ക്കുമ്പോൾ നല്ല തടിയായിട്ട് തെളിഞ്ഞു. ഞങ്ങള് ഇതാണ് ഈ സർഫസ് വെച്ചാണ് ഞാൻ. ഇത് നമ്മുടെ അറബിക്കടലിന്റെ തീരത്ത് താമസിച്ചവരാട്ടോ. ഇങ്ങനെയാണ് സ്ലേറ്റ് വൃത്തിയാക്കുന്നത്, തടി കണ്ടാ. അപ്പം രാജ്പിള്ളയും is cherishing his childhood memories back in India. Okay, that is great. Let's move. അപ്പുറത്ത് ചെന്നപ്പോഴും നമ്മൾ ഇത് 2-3 വീട് കണ്ടു. അല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് വന്നത്. ഇതാണ് കൃഷ്ണ ഗുരുവായൂരപ്പ. ഇത് നോക്ക്, ഞാൻ കുഞ്ഞുനാളിൽ ജീവിച്ച വീട്ടിലേതോ ഈ ഏരിയയിലാട്ടോ. നോക്കൂ, ആ വീട് അങ്ങനെ തന്നെ നിൽക്കുന്നു. എൻ്റെ ഫ്രണ്ട് ഷൈല പറഞ്ഞു, ഷൈല ബീഗം പറഞ്ഞു, സുമ ദ ഹൗസസ് ആർ ദേർ. സന്തോഷാന്ന് പറയാൻ പറ്റണില്ലേ. ചേട്ടന് സന്തോഷമുണ്ടോ? 10 വയസ്സ് വരെ ജീവിച്ച സ്ഥലമാണ്. അവിടെയും കുറെ കൂട്ടുകാരും. എവിടെ പോയാലും ഫ്രണ്ട്സ് മേക്കിംഗ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടം. ഇവിടുത്തെ പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു 10-65 വർഷമെങ്കിലും പഴക്കം കാണും. കാര്യം എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ ഓർക്കണുണ്ടല്ലോ ഈ വീടുകൾ. ഇതേ എണ്ണക്കപ്പലുകൾ കിടക്കുന്നതുണ്ടോ? ഈ കടപ്പുറത്തൊക്കെയാണ് കുഞ്ഞുനാളിൽ കളിച്ചിരുന്നത്. നാട്ടിൽ നിന്ന് വന്നതേ ബ്രൂണയിൽ വന്നിട്ട് തേങ്ങയോ തേങ്ങ എല്ലാം വീണ് കിടക്കുക. സോഷ്യൽ വിസിറ്റാണ് വന്നതെങ്കിലും എല്ലാവരുടെ വീട്ടിലും കയറിയിട്ടേ പോകുള്ളൂ. ഇതാ ഇപ്പം രാജീവിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. ലുക്ക് അറ്റ് ദ ബിഗ് ഹൗസ്, സോ സ്പേഷ്യസ് ഇവിടുത്തെ വീടൊക്കെ. ലുക്ക് അറ്റ് ദ ലോൺ. ഇവിടെയൊക്കെ കിടന്ന് ഉരുളാം. ഇതാരുടെ പറമ്പാ?
പിന്നെന്താ ഫെൻസ് ഇട്ട് വെച്ചിരിക്കുന്നത്? തൽക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഇത്രയും ഓപ്പണായി കിടക്കേണ്ട വെച്ചിട്ടാണ്. ആണല്ലേ? മുറ്റം മുകളിൽ സെപ്പറേറ്റ് ചെയ്യല്ലോ. യാ, അപ്പൊ ഇവിടെ എല്ലാത്തിനും റിഹേഴ്സലിനും പ്രാക്ടീസിനും. ഇങ്ങനെ വരുന്നതാണ്. ഇത് കണ്ടോ? ഇത് അവോക്കാഡോ ഈ കാണുന്ന ഇത് മാവ്, അത് അവോക്കാഡോ. അവക്കാഡോ നമ്മളെടുത്തുകൊണ്ട്. പിന്നെ ദൂരിയാൻ മൂന്നാമത്തേത്. ഓ ഓക്കെ ഓക്കെ. ഇത് ദൂരിയാൻ സീസൺ ആണ്, പക്ഷേ ഉണ്ടായിക്കോട്ടെങ്കിൽ അങ്ങോട്ട് കയറാട്ടോ ആണെങ്കിൽ. വേണ്ട, എടുക്കാറുണ്ടോ? ആയിട്ടില്ല ഉണ്ടായിട്ടില്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാം കൂടെ എത്ര മുറിയുണ്ട്? ഇതില് 6 ബെഡ്റൂം. 6 ബെഡ്റൂം. ഷെൽ പ്രോപ്പർട്ടിയുടെ അകത്തൂടെ പോകും. എത്ര വാസ്റ്റ് ഏരിയ ആണ്. എനിക്ക് ശരിക്കും കുറെ ഓർമ്മകൾ വരുന്നുണ്ട്. അന്നും ഇതുപോലെ കാടുണ്ടായിരുന്നു. ഈ കാടപ്പം ഈ കാടുകളൊക്കെ ഉണ്ടല്ലോ ഏട്ടാ, അന്നും ഇവര് മെയിൻറ്റെയിൻ ചെയ്യും. അന്ന് കാട് ഇതിനേക്കാളും കൂടുതലായിരുന്നിരിക്കും. ഇതൊക്കെ കുറേയൊക്കെ വെട്ടി പോയി കുറെ കൂടെ അത് അയൺ റോട്ടിൽ കൊണ്ടായിരുന്നു നന്നായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആസ്ട്രേലിയ ഇവിടെയായിട്ട് വന്നൊരു വ്യത്യാസമാണ്. ആസ്ട്രേലിയയിൽ ഏത് പബ്ലിക് ടോയ്ലറ്റിൽ ചെന്നാലും ഓ മൈ ഗോഡ്, ഇതെനിക്ക് കിട്ടിയില്ലായിരുന്നു. ബ്രൂണൈ ഇന്റർനാഷണൽ എയർപോർട്ട് സൂപ്പർ.